17 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി ഓലമിടയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. 17 സംവത്സരങ്ങൾക്ക് ശേഷം 2025 മാർച്ച് 4 മുതൽ 9 വരെ നടക്കുന്ന നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങൾ സജീവമായി. ഇതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് ഓലമടയൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കന്നിക്കലവറ, ആചാരപ്പന്തൽ, ഭക്ഷണശാല എന്നിവയുടെ നിർമ്മാണത്തിലേക്ക് ആവശ്യമായ 15,000-ൽ പരം മെടഞ്ഞ ഓലകളും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ചൂലും നാട്ടുകാരുടെ സഹകരണത്തോടെ തയ്യാറാക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് പതിവ് പെരുങ്കളിയാട്ട കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ജനപ്രതിനിധികൾ നയിക്കുന്ന ഓലമിടയൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രീതിയിലായിരുന്നു പണ്ട് കാലത്തെ ഒരു ജീവിത രീതി തന്നെ, സംസ്കാരം തന്നെ. പക്ഷെ ഇന്നതെല്ലാം മാറി. ഇത് നോക്കി ഇതേപോലുള്ള ആഘോഷങ്ങൾക്ക് അതൊരു പുതുമയായ അറിവോടുകൂടി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ നടത്തുന്നത്, ഈ തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന സക്രിയമായിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റികളാണ് പ്രത്യേകിച്ച് പെരുങ്കളിയാട്ട കമ്മിറ്റികൾ. കാരണം അവർക്ക് ഓരോ ദിവസവും ഓരോ പരിപാടി എന്ന രീതിയിൽ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ഈ പ്രദേശത്തെ എല്ലാവരെയും പല പരിപാടികളിലായി പങ്കെടുപ്പിക്കാൻ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. മറിമായം ഫെയിം AK രാഘവൻ മുഖ്യാതിഥിയായിരുന്നു. വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ മീനാക്ഷി ബാലകൃഷ്ണൻ അധ്യക്ഷയായ ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ V ഗൗരി, TP ലത, P ഭാർഗവി, കൌൺസിലർമാരായ PP ലത, P ബിന്ദു, TV ഷീബ, VV ശ്രീജ, VV സതി, P ശ്രീജ, E ഷാജിർ, P കുഞ്ഞിരാമൻ, K നാരായണൻ, P സുഭാഷ്, A ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ PM സന്ധ്യ എന്നിവർ സംസാരിച്ചു. പന്തൽ കമ്മിറ്റി ചെയർമാൻ AV കൃഷ്ണൻ സ്വാഗതവും കൺവീനർ PV സുജിത് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.